ഹായ് 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 ചെയ്യുന്നവരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട് അല്ലേ? എങ്ങനെ പറയാ വീഡിയോക്ക് സ്വാഗതം. എന്താ ചായക്കടി? പുട്ട് പായം. പുട്ടും പായം ചായക്കടി. ഞങ്ങളുടെ പരിപാടി എന്താ വെച്ചാൽ ഇന്ന് ഹോസ്പിറ്റൽ ഡേ ആണ്. ഗവൺമെൻറ് ജില്ലാ ഹോസ്പിറ്റലിലേക്ക് പോകണം. അതുപോലെ തന്നെ നമ്മൾ കാണിക്കുന്ന ഗൈനക്കിൻ്റെ ക്ലിനിക്കിലേക്കും പോകണം. ഗൈനക്കിൻ്റെ ക്ലിനിക്കിലേക്ക് എപ്പോഴാണ് ബുക്കിംഗ് കിട്ടി? 2:30. ഇപ്പോൾ സമയം 8 മണി. ഇവിടെ നിന്ന് നിലമ്പൂർ എത്താൻ വേണ്ടിയിട്ട് നമുക്ക് 10-20 മിനിറ്റ് മതി. 20 മിനിറ്റ് കൊണ്ട് അവിടെ എത്തി. അവിടെ നിന്ന് ഒപ്പിച്ചിട്ടെടുത്ത് നമ്മൾ അവിടെ കാണിച്ച് പിന്നെ അവിടെ നിന്ന് വല്ല ടെസ്റ്റ് ചെയ്താണെങ്കിൽ അതും കാണിച്ച് അപ്പോഴേക്ക് ചിലപ്പോൾ 2 മണിയൊക്കെ ആവാം. ഇല്ലയെന്നാണെങ്കിൽ തിരക്കൊന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ നേരത്തെ കഴിയാം. ആര്യ പോരുന്നില്ല എന്നാണ് പറയണത് അല്ലേ? അല്ലേ പോരുന്നില്ലല്ലോ? ഓളും പോരുന്നുണ്ട്. ഓളാ വെറുതെ അവിടെ കുത്തിറക്കാൻ. എന്തായാലും ഇന്നത്തെ ദിവസം ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ തിരികെയാണ്. മുടി കെട്ടണം. ചായ കുടി കഴിഞ്ഞിട്ട് വേണം മുടി കെട്ടുക. മുടിയൊന്ന് കെട്ടാനോ വേറെ ഒന്നുമില്ല. ചാളൊക്കെ എന്താ അങ്ങനെ നിർത്തിട്ടാ മതി. കഴിഞ്ഞു അച്ഛമ്മൂട്ടി പോവുകയാണെങ്കിൽ വേഗം തിന്ന, അല്ലെങ്കിൽ പോകും വേണ്ട. വീട്ടിലേക്ക് മുല്ലപ്പൂ മല്ലിപ്പൂ. രാത്രി അവിടെ നല്ല മണാണ്. റോട്ടുമലല്ലേ മുല്ലപ്പൂവിൻ്റെ മണം. മുല്ലപ്പൂവിൻ്റെ മണം നല്ല ഉണ്ടായിക്കണല്ലോ പ്രാവശ്യം. ഞങ്ങൾ ഇറങ്ങാണ്. ആര്യനെ കൊണ്ടുപോകണില്ല കേട്ടാ. ചൂടാണെന്നൊക്കെ പറഞ്ഞാണ്ട് ആളവിടെ നിർത്തിയിട്ടുണ്ട്. പോലെ എന്തായില്ലേ? ഇല്ലല്ലോ. പോയോ? സമയം എത്രയായോ? നമുക്ക് പോകുമ്പോ ലാബില് നമ്മൾ റിസൾട്ട് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ റിസൾട്ട് വാങ്ങണം. അത് വാങ്ങിയിട്ട് വേണം പോകാം. അത് മറന്നു കഴിഞ്ഞാൽ പണിയാണ്. കാരണം അത് കാണിക്കാൻ വേണ്ടി നമ്മൾ കാര്യമായിട്ട് പോകണം. അപ്പൊ ഇതാണ് നമ്മുടെ ലാബ്. ചിന്നും മൈക്കാൻ കൊണ്ടാണ് പോയിക്കണം. അവിടത്തെ സംഭാഷണം ചിലപ്പോൾ ഇതിൽ പെടുന്നുണ്ടാവും. ലാബിൽ വെയിറ്റിംഗ് ആണ് നമ്മൾട്ടാ. റിസൾട്ട് കിട്ടട്ടെ. റിസൾട്ട് കിട്ടിയിട്ട് വേണം പോവാം. അപ്പൊ സമയം എത്രയായി? നേരത്തെ അവളുടെ സമയം ചോദിച്ചപ്പോൾ പറഞ്ഞു 8:00. കറക്റ്റ് 8:30. അപ്പൊ ചെങ്ങന്മാരെ ഞങ്ങൾ ഏതാണ്ടൊക്കെ ഒരു 4-5 കിലോമീറ്ററൊക്കെ പോന്നു. ഇപ്പൊ 40 ആവാനായിട്ടുണ്ട് സമയം. റിസൾട്ട് കിട്ടി. റിസൾട്ട് കിട്ടി അറിയുമ്പോഴേക്ക് നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ 2 ഡോക്ടർമാരെയാണ് കാണാനുള്ളത്. അതൊന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റലും ഒന്ന് പിന്നെ ഗൈനിക്കിനെയാണ്. അപ്പോൾ ഗൈനിക്കിന് നമുക്ക് ബുക്കിംഗ് എപ്പോഴാണ് 2:30 ഇവിടത്തേത് ആ നേരം ആകുമ്പോഴാണ് കഴിയണതെങ്കിൽ ഗവൺമെന്റിന്റെ കാര്യമാണ്. ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല. ചിലപ്പോൾ നേരത്തെ കഴിയാം. നേരത്തെ കയ്യിൽ കണക്ക് തന്നെ ആയിക്കാരാം. പക്ഷെ ഇന്നൊരു ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ചക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ചിലപ്പോൾ തിരക്ക് ഉണ്ടാവില്ലേക്കാരം അല്ലേ? തിങ്കളാഴ്ച ഞങ്ങൾ ഒരിട്ടം പോയപ്പോൾ നല്ല തിരക്കായിരുന്നു. അതേപോലെ ഒരു ചൊവ്വാഴ്ച നമ്മൾ പോയപ്പോൾ തിരക്കില്ല ഗവൺമെന്റിൽ. അങ്ങനെയാണെങ്കിൽ നേരത്തെ കഴിയാം. അതൊരു 11 മണിക്ക് കഴിയുകയാണെങ്കിൽ നമുക്ക് പോരല്ലോ അടക്കോ ഇങ്ങോട്ട് വീട്ടിലേക്ക് വരാം. ടെസ്റ്റ് ആണ് പ്രശ്നം. എന്താ വെച്ചാൽ ടെസ്റ്റിന് ഇവർ എഴുതും. പിന്നെ ഇവര് 2 മണി വരെ കോപ്പിയിൽ ഉണ്ടാവുള്ളൂ ഡോക്ടർമാർ. 2 മണിന്റെ ഉള്ളിൽ 1:30 വരെയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോഴേക്ക് നമ്മൾ ഈ ടെസ്റ്റ് കിട്ടിയത് വരി നിന്ന് ഒരുപാട് ആൾക്കാർക്ക് ടെസ്റ്റ് ചെയ്ത് തരും. നമ്മൾ കൊടുത്ത് പിന്നെ ലാബിലല്ലേ 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ. അപ്പോഴേക്ക് ചിലപ്പോൾ 2 മണിയാവും. അപ്പൊ അന്ന് കാണിക്കാൻ വേണ്ടി പറ്റില്ല ആ റിസൾട്ട്. അപ്പൊ അതിന് വേണ്ടി നമ്മൾ പിറ്റേ ദിവസം പോകേണ്ടി വരും. അങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ചിന്നുവിന് ഇപ്പൊ ഒന്നും തിന്നാനുള്ള താല്പര്യം ഇല്ലാന്ന് അറിയുന്നു അല്ലേ? അതെന്താ? അതെന്താ താല്പര്യം ഇല്ല അറിയുമ്പോ? ഫ്രൂട്ട്സ് ഒന്നും വേണ്ട. ഓൺലൈൻ അങ്ങനെയല്ല. ഓൺലൈനിന്റെ ഛർദിന്റെ താല്പര്യം ഉണ്ട്. ഇതിന് താല്പര്യമില്ല. ഒന്നിനോട് താല്പര്യമില്ല. ഒന്നില്ലാതെ ചൂടായിട്ടേ കാരണം കൊണ്ടുവരാ. ആരും ഇരുന്ന് തിന്ന ഞാൻ നോക്കിക്ക. ഫ്രൂട്ട്സ് കൊണ്ടുവരാ. ആരും ഇരുന്ന് തിന്ന ഞാൻ നോക്കിക്ക. അല്ലാതെ
താല്പര്യല്ലേ? ആയിക്കോട്ടെ, ആയാലും ഒരാളൊന്നുണ്ടല്ലോ, ആ, അതന്നെ. വേസ്റ്റ് ആയി കളയുന്നതല്ല. കളയുന്നില്ല. ഞാൻ അതിനപ്പോ വല്ല കൊണ്ടുവരാത്തത്. ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ പാർക്കിങ്ങിലാണ്. പിന്നെ ഹോസ്പിറ്റലാണല്ലോ, ഒരുപാട് രോഗികൾ, ഒരുപാട് ആളുകളും ഉണ്ടാവും. അപ്പൊ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ക്യാമറ കൊണ്ട് നടക്കാന്നൊക്കെ പറയുമ്പോഴേക്ക് ശരിയായിട്ടുള്ള കാര്യമല്ല. അപ്പൊ ഞാൻ ക്യാമറ കൊണ്ടുപോകുന്നില്ല. എന്നാൽ പോലും ഒന്ന് രണ്ട് ഷോട്ടൊക്കെ നമുക്കിങ്ങനെ മൊബൈലിൽ ഒക്കെ ആയിട്ട് എടുക്കാം. അവിടുത്തെ ഒരു അന്തരീക്ഷം എങ്ങനെയാണെന്നുള്ളതൊക്കെ മനസ്സിലായല്ലേ. ഏതായാലും ഇറങ്ങി നോക്കട്ടെ പോലെ എടുത്തില്ല. ക്യാമറ ഊരിയൊക്കെ. അങ്ങനെ ചങ്ങായിമാരെ നമ്മളുടെ ഡോക്ടറെ കാണിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ജില്ലാ ഹോസ്പിറ്റൽ നിലമ്പൂർ അല്ലേ. അപ്പൊ നമ്മള് സാധാരണ ഈ ഒരു നേരത്തെ ഒരു 8 മണി ആ റേഞ്ചിലൊക്കെ വന്നാല് ഒരു 4-5 മണിക്കൂർ കഴിയാൻ പോവാണ്. പക്ഷെങ്കിൽ ഇന്ന് ഞങ്ങള് ഈ പറഞ്ഞതുപോലെ ആ 1 മണിക്കൂർ മാത്രം എടുത്തോളൂ. ഇപ്പൊ സമയം എന്ന് പറയുന്നത് 10:10 ആവാനായി. അത് 10 മണിയായപ്പോഴേക്ക് കഴിഞ്ഞിരിക്കുന്നു. 10 മണിയായപ്പോഴേക്ക് കഴിഞ്ഞ് നമ്മൾ പിന്നെ അതിന്റെ ഒരു മരുന്നുണ്ട്, അത് നമുക്ക് എല്ലായിടത്തും കിട്ടൂല. അപ്പൊ ആ ഒരു മരുന്ന് ഇവിടെ തെരഞ്ഞു നോക്കി അങ്ങനെയൊക്കെ 10:10 അങ്ങനെ പോയതാ. എന്തൊക്കെയായാലും നമ്മൾക്കൊരു വന്ന് പരിചയം ഉണ്ടായത് കൊണ്ട് തന്നെ ചൊവ്വാഴ്ചകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരക്ക് കുറയും. ഒന്ന് പിന്നെ ഇന്ന് ലാബ് ടെസ്റ്റ് ഇല്ല. ഇനിയിപ്പോ എന്നാ വരാൻ പറഞ്ഞേ? 2 ആഴ്ച ആവുമ്പോ 2 ആഴ്ച കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് ലാബ് ടെസ്റ്റ് എടുത്തിട്ടാണ് നമുക്ക് ഇനിയും വരേണ്ടത്. ഇനിയും വരവ് വന്നിട്ടില്ല. അപ്പോ ഒരു കടമ്പ തീർന്നിരിക്കുവാണ്. പിന്നെ ഹോസ്പിറ്റലിന്റെ ഇത് വെച്ച് പറയുവാണെങ്കിൽ പണ്ട് ഞാനിത് ഈ താലൂക്ക് ഹോസ്പിറ്റലിലേക്കൊക്കെ വരുമ്പോ ഇപ്പൊ ജില്ലാ ഹോസ്പിറ്റലിൽ ആയതിനു ശേഷം നല്ല ഒരു മാറ്റമുണ്ട് എല്ലാ കാര്യങ്ങൾക്കും. ഇപ്പോൾ ഡോക്ടേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫുകളൊക്കെ എല്ലാം കൊണ്ട് നല്ലൊരു അച്ചടക്കം അവിടെ ഉണ്ട്. അത് ഭയങ്കര ഒരു പ്രത്യേകതയാണ്. ഞങ്ങൾക്ക് ഒഴിവായത് എന്തൊക്കെയാന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഡോക്ടറെ കാണിക്കാനുള്ള ടോക്കണുകൾ 25 വരെ എത്തിയിട്ടുണ്ട്. അവിടെ ആളുകൾ കമ്മിയായതുകൊണ്ട് നമുക്ക് അവിടെ പെട്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റി. പിന്നെ രണ്ടാമത് നമുക്ക് പറഞ്ഞത് ഇവിടുത്തെ ടെസ്റ്റ് നമുക്കില്ല. അല്ലെങ്കിൽ ഇവിടെ ടെസ്റ്റ് എടുക്കണമെങ്കിൽ ഞാൻ ആദ്യം ബില്ലടിക്കണ കൗണ്ടറിൽ വരിക്കണം. അവിടെ ഒരു 10-15 ആൾക്കാരെ ബാക്കിൽ വരി നിന്ന് അവിടെ നിന്ന് ബില്ലടിച്ച് അത് കഴിഞ്ഞിട്ട് നമുക്ക് ലാബിൽ കൊണ്ടുപോയി ബില്ല് കൊടുക്കും. എന്നിട്ട് ബ്ലഡ് സാമ്പിൾ കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ അതിന്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് ഡോക്ടറെ കാണിച്ച് നമ്മൾക്ക് മരുന്ന് മേടിക്കാൻ വേണ്ടിയിട്ട്, അതായത് അവരെ എഴുതിയിട്ടുള്ള മരുന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് അവിടെ വരിക്കണം. അങ്ങനെയാണ് നമ്മൾക്ക് 5 മണിക്കൂറൊക്കെ ഇവിടെ പോകുന്നത്. പക്ഷേ എങ്കിൽ ഇന്ന് 1 മണിക്കൂർ കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിയിട്ട് 1 മണിക്കൂർ കൊണ്ട് പരിപാടി തീരാന്ന് പറഞ്ഞപ്പോഴേക്ക് അടിപൊളിയായി. ഇന്നത്തെ ദിവസമാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ വരിക്കുന്ന പരിപാടിയൊക്കെ ഒന്ന് അത്തരം കേസുകൾ കൂടി ഒന്ന് നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലൊക്കെ മാറിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി സുഖമായിരിക്കും ആളുകൾക്ക്. ഇത് വേറെ ടൈപ്പിലേക്ക് മാറ്റണം. ഈ ലൈൻ എന്നുള്ള സംഭവമൊക്കെ മാറിയിട്ട് ഒരു ടോക്കൺ പരിപാടിയൊക്കെ ഉണ്ട്. അതിന്റെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിലും പക്ഷേ അതൊന്നും ഇപ്പോൾ ആരും എവിടെയും വർക്കല്ല. നമ്മുടെ വണ്ടൂർ വർക്കാണ് പറയുമ്പോൾ. നമ്മുടെ വണ്ടൂര് ഇപ്പൊ താലൂക്ക് ഹോസ്പിറ്റലാണ്. ഇവിടത്തെ മുമ്പത്തെ താലൂക്ക് ഹോസ്പിറ്റലിന്റെ അത്ര കണ്ട് നിലവാരം പോലും ഞങ്ങളുടെ താലൂക്ക് ഹോസ്പിറ്റലിന് ഇപ്പൊ ഇല്ല, ഇതുവരെ വന്നിട്ടില്ല. താലൂക്ക് ഹോസ്പിറ്റലായിട്ട് ഇതുവരെ അത്തരത്തിലുള്ളൊരു നിലവാരത്തിലേക്ക് ആ ഒരു ഹോസ്പിറ്റലിനെ ഗവൺമെന്റിനെ ഉയർത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എപ്പോഴും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അങ്ങനെ അത് ഉയർന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ വരവ് ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യമില്ല. എനിക്ക് വണ്ടൂര് കാണിച്ചാൽ മതി ഇതൊക്കെ. അപ്പൊ എന്താ വെച്ചാല് വലിയ ദൂരമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വിഷയമല്ല. പിന്നെ നമ്മളുടെ ഹോസ്പിറ്റലിലേക്ക് വെറും വീട്ടിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരമാണുള്ളത്. 2 കിലോമീറ്റർ ഇല്ല. ഇവിടെ ഈ ഹോസ്പിറ്റലിലേക്ക് നമുക്ക് 13-14 കിലോമീറ്ററോളം വരണം. ഇനി ഉച്ചരിഞ്ഞിട്ടും നമുക്ക് വരാനുള്ളത് ഇങ്ങോട്ടേക്ക് തന്നെയാണ്. അത് ഈ ഹോസ്പിറ്റലല്ല, നമുക്ക് ക്ലിനിക്കിലേക്ക് പോകണം. അപ്പൊ നമുക്ക് പറ്റുകയാണെങ്കിൽ ആര്യനെയും കൂട്ടാം. ഒക്കെ എന്തെങ്കിലും വാങ്ങണോ പോകുമ്പോ? വാങ്ങണേ. ആ കുപ്പി ഉണ്ടെങ്കിൽ അതിലൊക്കെ കരിമ്പ് ദിവസം കൊണ്ട് കൊടുക്കേനെ, അതൊക്കെ ഇഷ്ടല്ലേ? കുപ്പില് കുറച്ച് വെള്ളമുള്ളൂ. കുപ്പിയിലാ കൊണ്ടോണോ? കുപ്പില് വാങ്ങിട്ട് കൊണ്ടാ. അതെ, വൈകുന്നേരം വരുമ്പോഴും വേണ്ടിയല്ലേ അപ്പൊ ചായക്കല്ലേ? കരിമ്പ് ജ്യൂസ് പോരുമ്പോ തുടങ്ങും ജ്യൂസ്. അതായത് ഓളെ കൊണ്ട് വരുമ്പോഴും ഓക്കെ എന്തേലും വേണ്ടി വരും. അപ്പോ അതാണ് സംഭവം. ഇപ്പൊ എന്തേലും കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ സാധനം തന്നെയാണ് അവർക്ക് പിന്നെ വൈകുന്നേരത്തിന് വേണ്ടി വരാം. അങ്ങോട്ട് പോകുമ്പോടെ ഇറങ്ങും, ഇങ്ങോട്ട് പോരുമ്പോ തുടങ്ങും കരിമ്പ് ജ്യൂസ്. ട്രൗസറുകൾ ഉണ്ട് അവിടെ. ഇവിടെ കരിമ്പ് ജ്യൂസ് പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് എനിക്ക് ട്രൗസർ വാങ്ങല്ലേ? ഒന്ന് വാങ്ങല്ലേ? അയൽമാളാണ്. ഞാൻ ഇതൊക്കെ പ്രതീക്ഷിച്ചത്, പക്ഷേ ഇതൊക്കെ വലുതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു വലിപ്പം കാലിൻ്റെ ഭാഗത്തൊക്കെ കണ്ടിട്ടേ വലുതാണ്. അപ്പോൾ അത് വേണ്ട. ഷർട്ടൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ഷർട്ടുകളൊക്കെ ഉണ്ട്. വേണ്ട വാങ്ങണില്ല. ഇല്ലാത്തത് കൊണ്ടല്ല,
അവിടെ ഉണ്ട് സാധനം, പക്ഷെ എങ്കില് അത് വലുതാണെന്ന് തോന്നിട്ട് കണ്ടിട്ട്. അവിടെ ഉണ്ടാവില്ലേ? പോണ വഴിക്കുണ്ടോ നോക്കാം. നല്ല കാട്ടിക്ക് ഇറങ്ങിയ ഫീലാണ് ഇവിടെ നിൽക്കുമ്പോട്ടോ. കണ്ടോ ഇലയൊക്കെ ഒന്ന് പച്ച പിടിച്ച് അപ്പൊ നല്ല മനോഹരമായിട്ടുണ്ട്. സ്മെല്ല് പിടിച്ചില്ല. എന്തോ വൃത്തിയായിട്ട സ്മെല്ലുണ്ടല്ലേ? എന്താ എന്തോ ചത്ത് ചീഞ്ഞാണ് ഇവിടെ, അതിന്റെ സ്മെല്ലാണ്. ഇവിടെയൊക്കെ ആനയൊക്കെ വരും കേട്ടോ. എന്തായി വാങ്ങിട്ട് റെഡിയായോ? ഓളെ വൈകുന്നേരം കൊണ്ടുപോകാന്ന് പറഞ്ഞാണ്ട ഞങ്ങള് രണ്ടാളും ഇപ്പൊ കൊണ്ടുവരാഞ്ഞത്. വെറുതെ അവിടെ ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിഞ്ഞാല് ഓൾക്ക് അവിടെ വരുമ്പോ ഫോൺ കൊണ്ടുവരും, അത് കൊണ്ടുവരും, ഇത് കൊണ്ടുവരും. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ അവിടെ ഇങ്ങനെ നിക്കണ്ടേ രോഗികളുടെ ഇടയിൽ കൂടെ. അടങ്ങിക്കൂലേ, ഓരോ രോഗികളെ കൊണ്ടുവരുമ്പോ അതിന്റെ ഇടയിൽ കൂടെ അടങ്ങിക്കൂല. മെയിൻ ആയിട്ടുള്ള കാര്യം അതാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അവളെ നൈസായിട്ട് അവിടെ നിർത്തിയിട്ട് പോണത്. ഈ ഒരു ക്യാമറ ഞാൻ ക്യാമറ സ്റ്റാൻഡിൽ ഫിറ്റ് ചെയ്ത് വളരെ സുഖമാണത്. എനിക്ക് ഇതിന്റെ യൂസിങ് ആണ് ഇതിൽ മെയിനായിട്ട് ഇഷ്ടപ്പെട്ടത്. സിമ്പിളായിട്ട് നമ്മുടെ ടൈം വേസ്റ്റ് ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് ഈ ട്രാവലിംഗ് ബ്ലോഗൊക്കെ ചെയ്യണവർക്കും ക്യാമ്പിങ് ചെയ്യണവർക്കൊക്കെ വളരെ ഉപകാരപ്പെടും. കാരണം ഒരു സ്റ്റാൻഡിൽ നിന്നും മറ്റൊരു സ്റ്റാൻഡിലേക്ക് മാറ്റാൻ വളരെ സുഖമാണ്. സിമ്പിൾ മെത്തേഡാണ്. റോട്ടിൽ വണ്ടികൾ വരുന്നുണ്ട്, നോക്കിയിട്ട് കയറണം. അവിടെ സ്പീഡൊന്നും വല്ല ഉണ്ടാവില്ല. ആവശ്യം ഉണ്ടാവും. ആക്സിഡൻറ്റ് സ്പോട്ടൊന്നുമല്ല, നേരെയല്ല റോഡ്. ഇവിടെ കുറച്ച് സ്ലോവിൽ എല്ലാവരും പോകുള്ളൂ. കാരണം അപ്പുറം കച്ചവട കാര്യങ്ങളും പിന്നെ ജസ്റ്റ് ഒരു ഇങ്ങനെ ആസ്വദിച്ച് പോവാം. ഈ കാട്ടിലൂടെ പോകുന്നൊരു ഫീല് അതും കിട്ടും. നല്ല മനോഹരം, നല്ല സ്ഥലമല്ലേ. അവിടേക്ക് നമ്മൾ ഇവിടെ നിർത്താം. ഇവിടെ നിർത്തിയിട്ട് പോയി നോക്കിയിട്ട് ഞാൻ വാങ്ങിയിട്ട് വരാം. ഒന്നാണ് കിട്ടിയത്, ഒന്നുള്ള അവിടെ. പിന്നെ ഉണ്ട് ഈ കളർ തന്നെയാണ്, സെയിം കളർ ആകുമ്പോൾ എന്താ പറയുക, നമ്മള് ചെക്കന്മാരുടെ ഇടയിലൊക്കെ ഇടുമ്പോഴേ ഇപ്പൊ ഇന്നൊന്ന് പന്തളിക്കാൻ ഇടയിലൊക്കെ ഇന്നിട്ടു, പിന്നെ ഒരു ദിവസം കൂടി ഇടുമ്പോഴേക്കും ഒരു കരുതും നമ്മുടെ കയ്യിൽ ആ ഒരു താൻ തന്നെ ഉള്ളൂ. പക്ഷെ എങ്കിലും നമ്മുടെ അടുത്ത് രണ്ടെണ്ണം ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരേ കളർ തന്നെ അതുകൊണ്ട് ഒന്നേ വാങ്ങിച്ചോളൂ. നമുക്ക് പിന്നെ വരുമ്പോൾ ചിലപ്പോൾ വൈകിട്ട് വരുമ്പോഴൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ വാങ്ങിക്കാം, പ്രശ്നമല്ല. അതിന്റെ വില എന്ന് പറയുന്നത് 150 റുപ്യുള്ളൂ കേട്ടോ. 150 രൂപ. 30. അത് ഞാൻ ഇവിടുന്ന് യാത്രക്കൊക്കെ ഞാൻ ഇവിടുന്നാണ് ടീഷർട്ട് വാങ്ങിക്കല്. നമുക്ക് അടുത്ത യാത്രയൊക്കെ നമ്മളെ പ്ലാനിൽ കിടക്കുകയാണ്. അടുത്ത യാത്ര പോകുമ്പോഴേക്ക് നമുക്ക് ഒന്നെങ്കിൽ നമ്മൾ ഇവിടെ വന്ന് വാങ്ങിക്കും, ഇല്ലാന്നാണെങ്കിൽ നമ്മുടെ ടൗണിൽ കിട്ടുന്നാണെങ്കിൽ അവിടുന്ന് വാങ്ങിക്കും. നമുക്ക് പെട്ടെന്ന് ഉണങ്ങണത് വേണം. കൊടുത്തിട്ടില്ല. ഇതെന്തുണ്ടാക്കിക്കണേ? ടെറസിന്റെ കൂടെ? ടെറസല്ല, പള്ളിയോ? വേറെ പള്ളിയാ? എന്താണ് പള്ളിയാണ് പോലെ ഉണ്ടാക്കിയേക്കണേ? ഇത് വേണോ? കരിമ്പ് ജ്യൂസ്. അച്ഛന് ചെറിയൊരു എഡിറ്റിംഗ് ഉണ്ട്. അതുവരെ നിങ്ങൾ കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുക. ഓക്കെ, തണുപ്പ് പോയില്ലേ? ചായ കുടിച്ചിരുന്ന് പോന്നപ്പോൾ അപ്പോൾ ഞങ്ങൾ ഓക്കും തന്നെ ഒരു പൊറാട്ടയും കുറച്ച് ബീഫൊക്കെ വാങ്ങിയിട്ടുണ്ട്. എനിക്ക് ചെറിയൊരു എഡിറ്റിംഗ് പരിപാടിയുണ്ട്. അപ്പോഴേക്ക് നമുക്ക് ഉച്ചയ്ക്ക് പോകാനുള്ള സമയം, ഇപ്പോൾ 11 മണിയായി, ഉച്ചയ്ക്ക് പോകാനുള്ള സമയമാവും. അപ്പോൾ അതുവരെ വീട്ടിൽ ആര് കാർട്ടൂൺ കാണുന്നു, ആ കാർട്ടൂൺ കാണലിപ്പോൾ ഞാൻ സ്വീപ്പാക്കുന്നതാണ് അല്ലേ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ്. ചോറ്റയ്ക്ക് സൂത കറി വെച്ചതുണ്ട്, അത് മാത്രമേ ഉള്ളൂ. ഒരു കുപ്പി വെള്ളം വെച്ചിട്ടുണ്ട്. ആരും അമ്മ ഇവിടെ അല്ല, അവർ രണ്ടാളും പുറത്ത് താഴത്തേക്കൊക്കെ പോയതാണ്. അവളെ വിളിക്കണം. അവൾ പോയിട്ടുണ്ടോ അറിയില്ല ഹോസ്പിറ്റലിലേക്ക്. നമുക്ക് 2:30 ആകുമ്പോഴേക്ക് ഇവിടുന്ന് 10-13 കിലോമീറ്റർ അകലെയുള്ള ഹോസ്പിറ്റലിലേക്ക് ക്ലിനിക്കിലേക്ക് എത്തേണ്ടതുണ്ട്. നേരം വൈകി എത്തിക്കഴിഞ്ഞാൽ വീണ്ടും 5 ആൾ അപ്പുറം കഴിഞ്ഞിട്ട് കയറാൻ വേണ്ടി പറ്റുള്ളൂ. ചിലപ്പോൾ നമ്മളെത്തുന്ന നേരത്തെ ഡോക്ടർ വരുമെന്നില്ല, അപ്പോൾ നമ്മൾ കൃത്യമായ സമയത്ത് എത്തുക. നമ്മളപ്പോൾ 2ാം റൗണ്ട് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആര്യനെ എപ്പോഴും കൂട്ടിയിട്ടില്ല കേട്ടോ. ആര്യ അമ്മൻ്റെ ഒപ്പം പോയതാണ്. ആര്യനോട് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അവളില്ല, അവിടെ കുട്ടികളുണ്ടാവും കളിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കണ്ടു പോരുമ്പോഴാണ് അപ്പോഴാണ് അവൾക്ക് പോരാൻ തോന്നുക ഏറെ. കളിയിലോ ഓട്ടോ സ്റ്റാൻഡിൽ ഈ 2:15 നേരത്ത് വണ്ടികൾ കുറവാണ്. വണ്ടികൾ കുറവെന്ന് പറയുമ്പോൾ 2, 4, 6 വണ്ടികളുള്ളൂ മൊത്തം. പിന്നെ കാലാവസ്ഥ പറയുമ്പോഴേക്ക് ഇന്ന് ചൂടുണ്ടെങ്കിൽ പോലും സൂര്യനെ വല്ലാതെ കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ മഴയൊക്കെ പെയ്യാൻ സാധ്യതയുണ്ട്.
മഴയൊന്ന് പെയ്തിട്ടെങ്കിൽ എന്നുള്ള രീതിയിലൊക്കെ നിൽക്കണം, ഒരാശ്വാസം കിട്ടുമല്ലോ. ഇതാണ് നിലമ്പൂർ ചന്തക്കുന്ന് എന്ന് പറയുന്നത്. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് ഒക്കെ മേലെയാണ്. നമ്മളിവിടുന്ന് റൈറ്റ് തിരിയാണ്, അതായത് റെയിൽവേ സ്റ്റേഷൻ റോഡ് അല്ലെങ്കിൽ പൂക്കോട്ടുംപാടം റോഡ് അല്ലെങ്കിൽ കർള റോഡ് ഒക്കെ പറയാം. സാധാരണ റെയിൽവേ സ്റ്റേഷൻ റോഡ് എന്നൊക്കെ പറയല് കേട്ടോ. എന്തായാലും ഈ റൂട്ട് നമ്മൾ കയറിയിട്ട് ഇവിടുന്ന് ഒരു 2 കിലോമീറ്ററോളം ഇനി നമുക്ക് പോകാം. 2-2.5 കിലോമീറ്ററോളൊക്കെ പോകാം. നേരെ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ, നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ. ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ കരുളായി, നേരെ പോയി കഴിഞ്ഞാൽ പൂക്കോട്ടുംപാടം കാളികാവൊക്കെ പോകട്ടോ. നമ്മൾ ഇവിടുന്ന് ഈ ലെഫ്റ്റ് റോഡ് പോയി കഴിഞ്ഞാൽ 7 കിലോമീറ്റർ കഴിഞ്ഞാൽ കരുളായിയാണ് വരിക. കരുളായി എന്ന് പറയുന്ന സ്ഥലമാണ്. ഇത് നമുക്ക് അധികം ഈ റോഡിന് പോകാമല്ല, നമ്മളെത്തി ഏതാണ്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ വലിയ ആളും ഇല്ലല്ലോ, ഡോക്ടർ എത്തിയില്ല എന്തായാലും. ഡോക്ടർ എത്തിയില്ല. എവിടെയാണ് ഡോക്ടർ ലക്ഷ്മി രാജ്മോഹൻ, ഗൈനക്കോളജിസ്റ്റ്, ഗവൺമെന്റ് ജില്ലാ ആശുപത്രി നിലമ്പൂർ. അപ്പോ പോയി വന്നോളൂ, പൈസ കൊടുത്താൽ മതി. ഡോക്ടർ ഫീസ് 300 അല്ലേ? 300. ഈ ഡോക്ടറിന് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉണ്ട്, പക്ഷെങ്കിൽ അവിടെ നിന്ന് ഇവര് നമ്മളുടെ ഈ ഒരു നോട്ടം നോക്കൂല. അവരിങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് പറയും. അപ്പോൾ എല്ലാവർക്കും 300 രൂപ കിട്ടുള്ളൂ. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് 300 രൂപ കിട്ടില്ലല്ലോ ഒരു പേഷ്യന്റിനേക്കെന്നാണ്. അതായത് 50-60 ബുക്കിംഗ് കൂടെ എടുക്കുന്നുണ്ടോ ഡെയിലി ഒരു ദിവസം. 2:50 നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ 3:50, 1 മണിക്കൂർ കൊണ്ട് കഴിഞ്ഞു. ഇന്നത്തെ ഹോസ്പിറ്റലുകളൊക്കെ നേരത്തെ കഴിയുന്നുണ്ട്. എന്താ ഡോക്ടർ പറഞ്ഞേ? ഡോക്ടറെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. റിസൾട്ട് കാണിച്ചു കൊടുത്തപ്പോഴൊക്കെ റിസൾട്ട് കാണിച്ചു കൊടുത്തപ്പോ കുഴപ്പമില്ല, ഓക്കെ. അതിൽ ഒരു കുഴപ്പമില്ല പറഞ്ഞു. ഇനി അടുത്ത മാസം 14-ാം തീയതി വരാൻ. അടുത്ത മാസം 14-ാം തീയതി. 3 ആഴ്ചക്കുള്ള മരുന്നാണ് എഴുതിയിരിക്കണത്. 3 ആഴ്ചക്കുള്ള മരുന്നിന് 1070 രൂപയാണ് കേട്ടോ. സാധാരണ നമ്മൾ ഫസ്റ്റ് ആദ്യമൊക്കെ വന്ന ടൈമിൽ 3 മാസം വരെ നമ്മൾക്ക് 3000 രൂപയുടെ മരുന്ന് വരെ വാങ്ങി. പക്ഷെ ഇപ്പൊ നല്ല ആശ്വാസമുണ്ട്. അന്നേനും മരുന്ന് നല്ലോണം ഉണ്ട്. നല്ല മരുന്നുണ്ട്, ഏതൊക്കെയോ മരുന്നുകളുണ്ട്. ഒന്നിലേറെ ബ്ലീഡിങ് ഇല്ലാക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകളൊക്കെ ആ ടൈമിലുണ്ടാവും. അപ്പൊ ഈ ഒരു ദൗത്യം കഴിഞ്ഞു. ഇനി ഇവിടുന്ന് നേരെ വീടെത്തുമ്പത്തിന് 1/2 മണിക്കൂർ റണ്ണിങ്. പതുക്കെ പോകാനേ പറ്റുള്ളൂ. അപ്പോൾ 1/2 മണിക്കൂറിലെ റണ്ണിങ് വരും. വീട്ടിലെത്തി പോന്നപ്പോൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. ചായ ഞങ്ങൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് കുടിക്കരുത്, ആരില്ലാത്തതുകൊണ്ട്. നമ്മളിവിടെ അടിച്ചു വരുന്നു. ആര്യ കളിക്കാൻ വേണ്ടിയിട്ട് പോയി. ഒരു ചെറിയൊരു മൈസൂർ പായുണ്ട്, അതും കൂട്ടി നമുക്ക് ചായ കുടിച്ചിട്ട് പോവാം. ഓടാൻ വേണ്ടി പോവാം. അത് കഴിഞ്ഞ് ഒന്ന് മോക്കൊന്ന് കഴിഞ്ഞിട്ട് ഉഷാറായിട്ട് പോവാം. ഈ സൈക്കിൾ എങ്ങനെ ചവിട്ടുക? ഇതെങ്ങനെ കൊണ്ടുപോകല്? ഇങ്ങോട്ട് മുന്നേക്ക് പോന്നാ ഇതെങ്ങനെ സാധാരണ എങ്ങനെ പോവാ? ചവിട്ടാ കഴിയൂലല്ലോ. മുട്ടും കാല് കുത്തുണ്ടോ? സൈക്കിള് വലുതാക്കാനായി. പത്തനായിട്ടൊന്നുമില്ല, കുറച്ചും കൂടിയൊക്കെ പോകുവേ. ഇനി കുറെ പോട്ടോ. സമയം 4:45 അപ്പൊ ഈ ഒരു നേരമായി. എത്ര രൂപയ്ക്ക് ഓടും അങ്ങനെയൊന്നും നമ്മൾക്കില്ല. നമ്മൾ അവിടെ പോകുന്നു, ഒരു 8 മണി വരെ നിൽക്കുന്നു. അതിനിടയിൽ നമ്മൾക്ക് കിട്ടുന്ന ഓട്ടങ്ങളൊക്കെ ഓടുന്നു. അതാണ് നമ്മളുടെ ഇന്നത്തെ ഓട്ടം. അപ്പൊ അത്രേ ഉള്ളൂ, മനസ്സിലായില്ലേ? ബാക്കി നാളെ. ധനേശേട്ടൻ്റെ ഇവിടെ നമുക്ക് എന്താ പറയാ, നമ്മൾ വഴി തെറ്റിക്കാണ്. അത് സിനിമയ്ക്ക് പോവാന്. ഓക്കെ അല്ലേ? സിനിമയ്ക്ക് കൊണ്ടുപോവാണ് എന്നെ. ഇപ്പൊ ഈ ഒരു നിമിഷം നേരം ഇവിടെ ഓടാൻ വേണ്ടി വന്ന ഇതുവരെ 5:15 സമയം. ഒരു ട്രിപ്പ് ടിക്കറ്റ് ഇങ്ങോട്ട് തരണ്ട. ടിക്കറ്റ് ഒക്കെ അടുത്തോളൂ, പക്ഷെ എന്നാലും നമ്മളെ വലിച്ചിട്ട് കൊണ്ടുപോവാണ് മോഹിനിയാട്ടം കാണാൻ വേണ്ടിട്ട്. 6:20 ഷോ. പോണ്ടേ? 2.5 മണിക്കൂറാണ് പടമുള്ളത്. നമ്മളിപ്പോ അതിന്റെ റിവ്യൂ ഒക്കെ ഒന്ന് നോക്കിട്ടോ നമ്മള് യൂട്യൂബില്. അപ്പോ കുഴപ്പമില്ല പോണോ? പോണെങ്കിൽ പോവാ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കഥ. അതിനുശേഷം കുറെ പോലെ സിനിമക്ക് പോയിട്ട്. അപ്പൊ ഇതൊക്കെ എന്നോട് പറയുമ്പോഴേക്ക് പിന്നെ മൂപ്പര എങ്ങനെ കൊണ്ടുപോകണം.
ഏതായാലും എൻ്റെ ഇന്നത്തെ ദിവസം ഇങ്ങനെ തീർന്നിക്കണം. ഞാനിപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ മല്ലിക്കട്ടി ഓടിയാലും കാര്യമില്ല. ഫസ്റ്റ് കഴിഞ്ഞിട്ടാണ് നമ്മളെ സ്റ്റാൻഡത്തെ അടുത്ത വണ്ടി അതാ പോണേ. മരണപ്പറ എന്ന് പറയുന്നത് ഈ സ്ഥലത്തേക്കൊക്കെ ഞങ്ങൾക്ക് വരുമ്പോഴേക്ക് ട്രിപ്പ് കേൾക്കുമ്പോഴേക്ക് തന്നെ ഞങ്ങൾക്ക് ഒരു ചടപ്പാണ് ഈ ഒരു ഭാഗത്തേക്ക്. വേറെ ഒന്നല്ല, ഇവിടേക്ക് ഒന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് 1.5 കിലോമീറ്റർ മുട്ടും, അല്ലെങ്കിൽ 1.5 കിലോമീറ്റർ കഴിഞ്ഞ് 2 കിലോമീറ്റർക്ക് ആകൂല. അങ്ങനെയൊക്കെ ഒരു ഇടങ്ങേറ് പിടിച്ചൊരു ഏരിയയാണിത്. കാരണം ഇവിടേക്ക് നമ്മൾ വരുമ്പോഴേക്ക് നമ്മുടെ ബൈപ്പാസിന്ന് ഇവർ ഇവിടുത്തെ ആളുകൾ ഏറ്റവും കൂടുതൽ വണ്ടി വിളിക്കുക ബൈപ്പാസിന്നാണ്. അപ്പോൾ ബൈപ്പാസിൽ വണ്ടി വിളിച്ച് വരുമ്പോഴേക്ക് അവർക്ക് 1.5 കിലോമീറ്റർ ഉള്ളിലേക്ക് വരുള്ളൂ. ഞങ്ങളെ സ്റ്റാൻഡിൽ നിന്ന് വിളിക്കുമ്പോഴേക്ക് 300 മീറ്റർ കൂടി കൂടും. അപ്പോൾ ഞങ്ങളുടെ സ്റ്റാൻഡിലേക്ക് നിന്ന് വരുമ്പോൾ ഇവിടെ ഇറക്കിയിട്ടുള്ള അവിടേക്ക് കറക്റ്റ് 1.5 കിലോമീറ്റർ ആണ്. അത് നമുക്ക് 30 രൂപേനെ കിട്ടുള്ളൂ അതിന്. ഞാൻ അവിടെ കുറച്ച് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് 40 രൂപ പോയിന്റ് ആയിട്ട് മാറും. പക്ഷേങ്കിൽ ഇവർ സ്ഥിരമായിട്ട് ബൈപ്പാസിന്ന്, കാരണം ഇവരുടെ ഈ റോട്ടിൽ നിന്നാണ് ഇവർ വണ്ടി വിളിക്കുക. അതങ്ങനെയാണ്. 4 റോഡുണ്ടല്ലേ ഞങ്ങൾക്ക്. അപ്പോൾ 4 റോഡ് ഉണ്ടായതുകൊണ്ട് തന്നെ എൻ്റെ നാട്ടിലും അതുപോലെ തന്നെ ആ റോഡുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് ആ റോട്ടിൽ നിന്ന് കൂടുതലായിട്ട് വണ്ടി വിളിച്ച് പോവുക. അല്ലാത്തവരൊക്കെ അപ്പുറത്തെ അവരവരുടെ റോട്ടിൽ നിന്നാണ് വണ്ടി കൂടുതൽ വിളിക്കുക. അപ്പൊ അങ്ങനെ വിളിക്കുമ്പോഴേക്ക് അവർ ഈ റൂട്ടുകാർ വരുമ്പോൾ ഇവർക്ക് കറക്റ്റ് 30 രൂപ ഉള്ളിടത്തേക്ക് ഞങ്ങൾക്ക് 300 മീറ്റർ കൂടും. 300 മീറ്റർ കൂടുന്നതിന് തന്നെ 10 രൂപ കൂടും. പക്ഷേങ്കിൽ ഇവിടെ നിന്ന് കിട്ടാൻ കുറച്ച് മല്ലാണ് ഈ ഒരു ഏരിയ. സമയം 7 മണിയാവാറായിട്ടാ. ഞാൻ ധനേശേട്ടനെ കൊണ്ടുവന്ന് സിനിമയ്ക്ക് പോകണം എന്നൊക്കെ കരുതിയായിരുന്നു. പക്ഷേങ്കിൽ അത് പോവാതെ റോഡ് തന്നെയാണ്. പക്ഷേങ്കിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് ഒരു ലോക്കൽ 30 കിട്ടിയിട്ട് ഇപ്പോഴാണ് നമുക്ക് രണ്ടാമത്തെ ട്രിപ്പ് കിട്ടുന്നത്. എന്താ പറയാ, ഇതൊരു 60 രൂപയുടെ ട്രിപ്പാണ്. അപ്പൊ സിനിമയ്ക്ക് എന്താ പോവാന്ന് ചോദിച്ചാല് എനിക്ക് എഡിറ്റിങ് പരിപാടിയൊക്കെ ഉണ്ട്. വണ്ടി നാളെ രാവിലെ കഴുകുകയും വേണം. അല്ലെങ്കിൽ ഇപ്പൊ ഇന്ന് സിനിമയ്ക്ക് പോയിട്ട് നാളെ രാവിലെ എഡിറ്റ് ചെയ്താലും മതി, കുഴപ്പമില്ല. അപ്പേക്ക് വണ്ടി കൈകൾ നടക്കൂല, വണ്ടി ആകെ ചെളിയായിട്ടുണ്ട്. ഇവിടെ വന്നപ്പോ ഒരു വെള്ളവണ്ടി കുടിവെള്ളം സപ്ലൈ അല്ലേ? കുടിച്ച് ശരിക്കും കുടിച്ച് പോട്ടെ. ഷർട്ട് ഇട്ടിട്ടില്ല. ആകെ ഇതാ വെള്ളം എടുത്ത്. ഇത് ഇവിടുത്തെ വണ്ടിയല്ലേ? അയലൊക്കത്തെ വണ്ടിയാണ്. ഞാൻ ഇപ്പോൾ ഈ ഒരു വൈകിയ വേളയിൽ പോയാണ്ട് ഒരു 270 രൂപയ്ക്കാണ് ഓടിയത്. എന്തായാലും അത് വെളിച്ചെണ്ണ പഞ്ചസാര വാങ്ങാനുള്ള പൈസ അല്ലാന്താ. ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഒന്ന് കുളിക്കണം. ഞാൻ വണ്ടി കഴുകണമെന്നൊക്കെ എഴുതിയ, പക്ഷേങ്കിൽ അവിടെയാണ് വണ്ടി കിടക്കുന്നത്, വെള്ളവണ്ടി. അപ്പോൾ വണ്ടി കഴുകലൊക്കെ നാളേക്ക് മാറ്റണം. എഡിറ്റിംഗ് ഉണ്ട്. എഡിറ്റിങ്ങിനിപ്പോൾ ഞാൻ സമയമല്ല, കാരണം ഞാൻ എഡിറ്റിങ് നാളെ രാവിലെ ചെയ്തിട്ട് വണ്ടി കഴുകൽ ഇന്ന് ചെയ്യുക. അങ്ങനെയൊക്കെ ഇതിൻ്റെ പ്ലാനൊക്കെ ആകെ മാറി.